ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് ഇൻഷോട്ട് ആപ്പാണ്. ഇൻഷോട്ട് ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോ എന്നുള്ളത് ടച്ച് ചെയ്യുക. വീഡിയോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, വീഡിയോ ആണെങ്കിൽ വീഡിയോ. ഞാനിപ്പോൾ ഒരു സിനിമ പാട്ടിൻ്റെ ഷോർട്ട് ഇടാനാണ് നോക്കുന്നത്. അതിനകത്ത് അതിൻ്റെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഡ്മേറ്റ് എന്ന ആപ്പിനകത്തൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പം ആ വീഡിയോ വീഡിയോ ഇട്ടിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് നമുക്കിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ പകുതി പോർഷൻ ഞാൻ വീഡിയോയും പകുതി പോർഷൻ ഫോട്ടോയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പാട്ട് നോക്കുക. പാട്ട് എവിടം തൊട്ടാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് നീക്കി കൊടുത്താൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എവിടം തൊട്ട് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അവിടെ വരെ സെലക്ട് ചെയ്ത് വെച്ച് ഇനി നമ്മളിവിടെ ഇതിൻ്റെ പകുതി ഭാഗം ഓപ്പണായിട്ട് കിടക്കുക, ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. അവിടെ നമ്മൾ ഒരു ഫോട്ടോ കയറ്റാൻ നിൽക്കുക. അപ്പോൾ ഫോട്ടോ കയറ്റണമെങ്കിൽ നമ്മൾ ഈ സ്റ്റിക്കർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. സ്റ്റിക്കർ ആ ടച്ച് ചെയ്തിട്ട് അവിടെ ഒന്നുകൂടെ സ്റ്റിക്കറിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇങ്ങനൊരു ഓപ്ഷൻ വരുമ്പോൾ എന്താണ്ട് ഈ ഫോട്ടോസിൻ്റെ ഒരു സിമ്പിൾ അവിടെ കിടപ്പുണ്ട്. അതിൽ ടച്ച് ചെയ്യുമ്പം അതാണ്ട് ഇവിടെ ഒരു പ്ലസ് എന്നും പറഞ്ഞ് വരും. അതെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ് നമ്മൾ ലോഡ് ചെയ്തിട്ടേക്കുന്ന ഫോട്ടോസ് വരും. നേരത്തെ അത് ഗൂഗിളിനകത്തുനിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടതാണ് ആ സിനിമയുടെ പോസ്റ്റർ. ഇതാണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ വന്ന് ഇങ്ങനെ ഇതാണ്ട് ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടിയിൽ കൂടെ വീഡിയോയും പ്ലേ ചെയ്യും, മുകളിൽ നമുക്ക് ആ പോസ്റ്റും കാട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. ഇത് വീഡിയോ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയുടെ പേരോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനലിൻ്റെ പേരോ, ഇപ്പോൾ ചിത്രം രാവണപ്രഭു വേണ്ട ഞാനിവിടെ കൊടുത്തു. ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, എന്ത് വേണമെങ്കിലും അത് എഴുതി കൊടുക്കാവുന്നതാണ്. വേറൊരു ഓപ്ഷനാണ് നമുക്കിപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് മതി ഷോർട്ട് വീഡിയോയ്ക്ക്. അപ്പോൾ അതിനുവേണ്ടി 1 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഈ ഫോട്ടോസിന് വരെ ഇത് ഫോട്ടോസ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യുക. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു രീതി, വേറെ രീതിയുടെ നമുക്ക് ഈ ഫോട്ടോ കൊടുക്കാൻ പറ്റും. അത് ഏത് രീതിയിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് സ്റ്റിക്കറിനകത്ത് കൊടുക്കുക. സ്റ്റിക്കറിനകത്ത് കൊടുത്തിട്ട് ഇവിടെ ഈ പ്ലസ്സിന് വലതുവശത്തായിട്ട് ഒരു ആളുടെ ഒരു രൂപത്തിലുള്ള ഒരു ഇത് കാണുന്നുണ്ട്, ഒരു സ്ക്വയർ ബോക്സ് കാണുന്നുണ്ട്. അതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ടച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ പഴയ ഫോട്ടോനെ ടിക്ക് ചെയ്യുക. വേണ്ട. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മാറിയിട്ട് ഫോട്ടോ മാത്രം വരും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ എടുത്ത് അതിൻ്റെ സൈസ് അനുസരിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സെറ്റ് ചെയ്ത് വെച്ച് ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇത് ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മൾ ആ 1 മിനിറ്റ് ചെയ്യുമ്പോൾ ആ 1 മിനിറ്റ് ഫുള്ളാകത്തക്ക രീതി സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ 1 മിനിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞുള്ളത് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ളതിനകത്ത് നമുക്ക് ചെയ്താൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ? സ്പ്ലിറ്റിനകത്ത് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ 1 മിനിറ്റുള്ളതായി. പിന്നെ ഇൻഷോട്ട് കൂടെ കളയാം. റിമൂവ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ
അതവിടെ ആഡ് വരും. അപ്പോൾ 30 സെക്കൻഡുള്ള ആ പരസ്യം കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ഷോർട്ട് വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതിന് നേരത്തെ നമ്മൾ ഗൂഗിളിനകത്തുനിന്ന് ഒരു ഫോട്ടോ ലോഡ് ചെയ്തിട്ടേക്കണം. അതുപോലെ വീഡിയോ വിഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിനകത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ വിഡ്മേറ്റ് വഴി നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തിടാം. എന്നിട്ട് ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ആ പാഠങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം ഇപ്പോൾ ഈ കാണിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കയറ്റുക. എന്നിട്ട് ആ ഫോട്ടോ മുകളിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ എഴുതാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് വെക്കുക. അതുപോലെ തന്നെ പിന്നെ ഇൻഷോട്ടിനകത്ത് തന്നെ നമുക്ക് ദാണ്ട് ആ സ്റ്റിക്കർ എന്നുള്ളടത്ത് അടിച്ചു കൊടുത്താൽ ഒരു GIF എന്ന് വരും. അവിടെ നമ്മൾ സബ്സ്ക്രൈബ് എന്ന് അടിച്ചു കൊടുത്താൽ സബ്സ്ക്രൈബിൻ്റെ ചെയ്യേണ്ട ആ വീഡിയോ ഇവിടെ താഴെ കാണിക്കുന്നത് കണ്ടോ, അത് വരും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമുക്കവിടെ കൊടുത്ത് ഈ 1 മിനിറ്റ് ആക്കി വെക്കാവുന്നതാണ്. 1 മിനിറ്റ് ആക്കി വെച്ചതുകൊണ്ട് അതും അതിൻ്റെ കൂടെ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അതും കൂടെ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ടിക്ക് കാണുന്ന ആ ടിക്കും ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പിന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എക്സ്പെർട്ട് എന്ന് മേളിൽ കാണുന്നത് അത് ടച്ച് ചെയ്യുമ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അന്നേരം ഒരു പരസ്യം ഉണ്ടാവും, 30 സെക്കൻഡ് പരസ്യം. അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡ് ആവും. നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും, നമുക്ക് വീഡിയോ വേണമെങ്കിലും പാട്ടാണെങ്കിലും ഇത് അതുപോലെ മറ്റ് പോസ്റ്ററുകളായാലും എന്തായാലും ഏത് ടൈപ്പിലെ വ്ളോഗ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് അവരുടെ കണ്ടൻറ്റ്, ഇതിനകത്തിപ്പോൾ കണ്ടൻറ്റ് മാറുന്നതേ ഉള്ളൂ. ഏത് വീഡിയോ ചെയ്താലും ഈസി ആയിട്ട് ഇൻഷോട്ട് വഴി നമുക്ക് പെട്ടെന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൂടെ അറിയിക്കുക. താങ്ക്സ്.